തുടങ്ങി 80 അത് അന്ന് റോജി ജനിച്ചുള്ളപ്പോൾ റോജിയുടെ പ്രായം മനസ്സിലായി. അപ്പൊ 80 തുടങ്ങി. റോജി ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയത്. റോജി MLA ആയപ്പോൾ റോജിയുടെ കൂടി സഹായത്തോടെയാണ് തീർന്നത്. അപ്പൊ എല്ലാ നന്ദി റോജിയോട് പറയുന്നത്. അപ്പൊ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമുക്കറിയാം നാട്ടിൻപുറത്തേക്ക് വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണമാണ് വേണ്ടത്. ഇവിടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സഹായമുണ്ടായി, ജില്ലാ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. നമ്മുടെ അനുഗ്രഹീതരാണ് ഈ പ്രദേശം. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. എല്ലാവരുടെയും സഹകരണം. ഇവരൊക്കെ എല്ലാവരും ഈ ജനപ്രതികളായി ഇവിടെയുള്ള എല്ലാവരും ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിൽ അതുപോലെ തന്നെ വികസന കാര്യങ്ങളിലൊക്കെ നല്ല പങ്ക് വഹിക്കുന്നവരും ഉത്സാഹമെടുക്കുന്നവരും. ഇപ്പം ഞങ്ങളൊക്കെ ഫണ്ട് അനുവദിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ നിർബന്ധിക്കാൻ ഞങ്ങൾ ഫണ്ട് അനുവദിക്കുന്നത്. അതിവിടെ നിൽക്കുന്ന എല്ലാവരും ആ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാവരും എല്ലാവരും അനുവദിക്കുകയാണ്. ഞാൻ റോജി ഒന്നും കൂടി അനുമോദിക്കുന്നു. ഞാനിവിടെ വന്നപ്പോൾ ഒന്ന് പറഞ്ഞു, ഇന്നിപ്പോൾ ഞാൻ പത്രത്തിൽ വായിച്ച് വലിയ സന്തോഷം തോന്നുന്നു. നമ്മുടെ ഈ പ്രദേശത്തുകാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മുടെ കാലടി പാലത്തിൽ കുരുക്കാണ്. എത്ര ടാർ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഇന്ന് ഞാൻ പത്രത്തിൽ കണ്ടപ്പോൾ 1.25 കോടി രൂപ അവിടെ BNBC ടാറിങ് നടത്തി ആ റോഡ് ആ പാലത്തിലെ റോഡ് നന്നായാൽ ഗതാഗതം വരും. അതിന് ഞാൻ റോജിയെ പ്രത്യേകമായിട്ട് അനുവദിക്കുകയാണ്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കുന്നുണ്ട്. ഇന്നലെ പത്രത്തിൽ വായിച്ചു, ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവാക്കിയ എറണാകുളം ജില്ലയിലെ ഒരു ബ്ലോക്കാണ് അങ്കമാലി ബ്ലോക്ക് എന്നതിന്. അങ്കമാലി ബ്ലോക്കിനെ വിളിക്കുന്നു. ജില്ലാ പഞ്ചായത്തുണ്ട്. ജില്ലാ പഞ്ചായത്ത് നല്ല പൈസ ചെലവാക്കുന്നത് എല്ലാവരും. അപ്പം ഞാനിത് പറയാൻ കാരണം MLA ആണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും ഗ്രാമപഞ്ചായത്താണെങ്കിലും എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് കാര്യം. ഈ പ്രദേശത്തോട് മഹിമയുണ്ട്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ കൊതിയാവും ഈ നെൽപ്പാടം കാണാൻ. സത്യം ഇത്രയും നല്ലൊരു നെൽപ്പാട് അടുത്തൊരു സ്ഥലത്തുണ്ട്. ഞാനൊരു ദിവസത്തിൽ ഈ നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു നടക്കുന്ന സ്ഥലത്ത് കടന്നു പോയിട്ട് എൻ്റെ എല്ലാ സ്ഥലവും ഞാൻ വണ്ടി നിർത്തി നോക്കി. കാര്യം ഇങ്ങനെ ഇത്രയും മനോഹരമായൊരു സ്ഥലം ഞങ്ങൾക്ക് കാണാനില്ല. അതുകൊണ്ട് അത്രയും അനുഗ്രഹീതമായൊരു സ്ഥലത്ത് ഈ റോഡ് ഉണ്ടാക്കി തന്നതിനുള്ള സംതൃപ്തിയോടുകൂടി എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാനും റോജിയും കൂടി സംയുക്തമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് വാങ്ങുന്നു. ബഹുമാനപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, ഇനി കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ പ്രിയങ്കരനായ MP യും ഒക്കെ സൂചിപ്പിച്ചു. നമുക്ക് ഒരു MP യെ സംബന്ധിച്ചിടത്തോളം 7 അസംബ്ലി നിയോജകമണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഈ 7 അസംബ്ലി നിയോജകമണ്ഡലങ്ങളിൽ എത്ര വാർഡുകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന തുക ഒരു വർഷം ലഭിക്കുന്ന 5 കോടി രൂപയാണ്. അപ്പോൾ അതിൽ നിന്നും ഇത്രയും വലിയൊരു തുക നമ്മുടെ ഈ വാർഡിലേക്ക് അനുവദിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മളോടുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹമാണ്, നമ്മളോടുള്ള പ്രത്യേകമായ കരുതലാണ്. അപ്പോൾ ഇത്രയും വലിയൊരു തുക നമ്മുടെ ഈ വാർഡിലേക്ക് അനുവദിച്ചതിന് ബഹുമാനപ്പെട്ട MP യോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ. അതൊക്കെ അക്കാര്യത്തിൽ നമ്മുടെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ സ്റ്റീഫനും ഉൾപ്പെടെയുള്ള മുൻ മെമ്പർ സ്റ്റീഫനും അതുപോലെ മറ്റുള്ള ആളുകളും ഇവിടെ നിന്നുള്ള നേതാക്കന്മാരും എല്ലാവരും ഞങ്ങളെയൊക്കെ നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്രയും വലിയൊരു തുക നമ്മൾ ഇവിടെ MP ഫണ്ടായാലും MLA ഫണ്ടായാലും ഒക്കെ അനുവദിച്ചത്. നമ്മളിവിടെ പലതവണ ഈ വഴി വന്നിട്ടുണ്ട്. ഈ വഴിയുടെ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാം നേരിട്ട് അറിയാം. നമ്മൾ അവിടെ അപ്പുറത്ത് യോഗം കൂടിയിട്ടുണ്ട്, ലഭിച്ചേട്ടാ. അതായത് നമ്മൾ അപ്പുറത്ത് യോഗം കൂടിയിട്ടുണ്ട് ഇലക്ഷൻ്റെയൊക്കെ സമയത്ത്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, ഈ റോഡ് നമ്മൾ എന്തായാലും ചെയ്യുമെന്ന് നമ്മൾ ഇവിടുത്തെ ജനങ്ങളോട് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. പിന്നെ നമുക്കറിയാം ഫണ്ടിൻ്റെ അപര്യാപ്തതകളും പിന്നെ സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ, സർക്കാർ അനുമതികളും അങ്ങനെയുള്ള കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടായി. അതൊക്കെ സത്യമാണ്. പക്ഷേ നമ്മൾ നാളെയും കാണാനുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ അത് പൂർത്തിയാക്കണമെന്ന ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ എത്ര തുകയാണെങ്കിലും അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി വന്നപ്പോൾ നമ്മൾ ബാക്കി തുക ഉൾപ്പെടെ വെച്ച് MLA ഫണ്ടിൽ നിന്നൊക്കെ വെച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവരെയും സഹകരിച്ച എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീമതി സെലിൻ പോൾ എന്നും വിളിക്കും, ഒരു ലക്ഷത്തെ മനസ്സമാധാനം തരില്ല. അതുപോലെ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ. അതെ സ്റ്റീഫൻ പൊതുവെ രാവിലെ മെമ്പർ വിളിക്കും, വൈകുന്നേരം സ്റ്റീഫൻ വിളിക്കും. അപ്പോൾ അങ്ങനെ നിരന്തരമായി ആ ഇടപെടലുകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമുക്കിത് സാധ്യമായത്. അപ്പോൾ എല്ലാവരെയും കൂട്ടായ പരിശ്രമമാണ് ബഹുമാനപ്പെട്ട MP പറഞ്ഞതുപോലെ. അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. വെയിൽ കൊള്ളാണ്ട് ഇങ്ങോട്ട് മാറിയിരുന്നു. നമസ്കാരം.